ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനേ നല്ല അടിപൊളി സമ്മർ കൂളിംഗ് ഫേസ് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ സമ്മർ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ചൂട് കാലമായി കഴിഞ്ഞാൽ ഭയങ്കര വിയർപ്പും നമ്മുടെ പിന്നെ മുഖത്തുമൊക്കെ സുഷിരങ്ങളൊക്കെ എല്ലാം അഴുക്കും പൊടിയും ഒക്കെ അടിഞ്ഞ് മുഖത്തൊക്കെ തരിതരാന്ന് കുരുവും ബ്രേക്ക് ഔട്ടും എന്ന് വേണ്ട മുഖത്ത് കരിവാളിപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ സമ്മറിൽ നമ്മൾ ഫേസ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് വെയിലത്ത് ജോലിക്ക് പോവുകയും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ എല്ലാ ദിവസം കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യാം കേട്ടോ. ഇതിന് ഏറ്റവും എളുപ്പമുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ സ്വന്തം തക്കാളിയും നമ്മുടെ സ്വന്തം തേനും കേട്ടോ. അതാണ് എൻ്റെ ആദ്യത്തെ ടിപ്പ്. ഈ തക്കാളി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ജ്യൂസാണ് കേട്ടോ. ജ്യൂസ് എടുക്കുക. 2 സ്പൂൺ തക്കാളി ജ്യൂസിൽ 1 സ്പൂൺ തേൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഡെയിലി പോകുന്നവർ, ഈ വെയിലത്തിറങ്ങുന്നവരും യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഡെയിലി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഒന്നിടവിട്ട ദിവസമൊക്കെ ചെയ്താൽ മതി. അത്രയും സൺ ടൈം നമുക്ക് കേൾക്കുന്നില്ലല്ലോ. ഇനി ഓരോന്നിൻ്റെയും ഗുണം പറയാം. അതായത് പിന്നെ തക്കാളി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ, തക്കാളിയുടെ ഡീറ്റാണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സണ്ണിൽ നിന്ന് ഏൽക്കുന്ന എല്ലാ ഡാമേജ്, ആ കറുപ്പ് നിറങ്ങളും പിന്നെ അലർജി, അതുപോലെ തിണർപ്പ്, ചുമന്ന് വരിക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണല്ലേ നമ്മൾ പുറത്തോട്ടിറങ്ങുന്നവർക്ക് വെയിലത്ത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഈ തക്കാളി ജ്യൂസാണ്. ഇത് UV റേസിന് തടയുന്നതിനും പിന്നെ നമ്മുടെ മുഖക്കുരു വരാതിരിക്കുന്നതിനും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ പോഴ്സൊക്കെ, നമ്മുടെ സ്കിന്ന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഈ സ്കിന്നിൽ ജലാംശം കുറയുമ്പോൾ നമ്മുടെ സുഷിരങ്ങളൊക്കെ അങ്ങ് തുറക്കും. സുഷിരങ്ങൾ തുറന്നു കഴിയുമ്പോൾ അതിലേക്ക് എല്ലാ അഴുക്കും പൊടി എല്ലാം അടിഞ്ഞു കൂടി നമ്മുടെ സ്കിന്നിൽ മുഖക്കുരു, ബ്രേക്ക് ഔട്ട്സ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങി എല്ലാം വരും കേട്ടോ. അതോടൊപ്പം തന്നെ കരിവാളിപ്പും. അപ്പോൾ ഇതെല്ലാം പോകുന്നതിന് ഏറ്റവും നല്ലതാണ് തക്കാളി. പിന്നെ തേനാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈർപ്പം നിലനിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമിറ്റൻ്റാന്ന് പറയാം. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നതിനും പിന്നെ തേൻ നല്ലതാണ്. അതിലെല്ലാത്തിനുപരി ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്, ബാക്ടീരിയലാണ്, അങ്ങനെ ഒത്തിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതെല്ലാ ഗുണങ്ങളുണ്ട്. പിന്നെ നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്, നല്ല ക്ലെൻസറാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉള്ള എല്ലാ അടിഞ്ഞുകൂടുന്ന എല്ലാ പിന്നെ അഴുക്കുകളും പൊടിയൊക്കെ പോകുന്നതിന് നല്ലതാണ് എന്ത്, തേന്. മനസ്സിലായല്ലോ. അപ്പോൾ തേനും തക്കാളി ജ്യൂസും കൂടെ എല്ലാ ദിവസവും നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാത്രമല്ല കൂളിംഗാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. നമുക്ക് നല്ല സ്കിന്നിന് നല്ല കൂളിംഗാണ്. കൂളിങ്ങും സ്മൂത്താവുന്നതിനും ബ്രൈറ്റ് ആവുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ പാക്ക്. അടുത്ത കൂളിംഗ് പാക്ക് ഏതാണെന്നോ, നമുക്ക് വേണ്ടത് കുക്കുംബറും വേണം, അലോവേറ ജെല്ലും വേണം കേട്ടോ. അലോവേറ ജ്യൂസ് ആയാലും മതി. അപ്പോൾ അലോവേറ ജ്യൂസ് എടുക്കേണ്ട കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലോവേറ ജ്യൂസ് അതല്ലെങ്കിൽ അലോവേറ ജെല്ല്. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് പിന്നെ 2 സ്പൂൺ കുക്കുംബർ ജ്യൂസ് വേണം, 2 സ്പൂൺ അലോവേറ ജെല്ല് വേണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. 15-20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കൂളിംഗ് ഫേസ് പാക്ക് കേട്ടോ. ഇതിൻ്റെ ഇനി ഗുണങ്ങൾ പറയണമല്ലോ. കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന്, 96% വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ശരീരത്തിലുണ്ടാകുന്ന ജലാംശം നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് കുക്കുംബർ ജ്യൂസ് നമ്മൾ കഴിക്കുന്നതും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും എല്ലാം. ഇതിലെല്ലാത്തിലുപരി വേറൊരു ഗുണമുണ്ട് കേട്ടോ, നല്ല ഒന്നാന്തര അസ്ട്രജൻ്റാണ്. അസ്ട്രജൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട്, നമ്മൾ ഈ പിന്നെ വിയർത്ത് നമ്മുടെ പോഴ്സൊക്കെ വലുതായി അഴുക്കും പൊടിയും എല്ലാം അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന കുരുക്കളും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ തടയുന്നതിന് കുക്കുംബർ ജ്യൂസ് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നല്ല കൂളിംഗാണ് കാരണം നമ്മൾ 96% വെള്ളമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കൂളിംഗ് എഫക്റ്റാണ്.
പിന്നെ നല്ല ബ്രൈറ്റ് ആവും നമ്മുടെ സ്കിന്ന്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സൺബേണിനെ തടുക്കുന്നതിനും പിന്നെ സണ്ണിൽ നിന്നുണ്ടാവുന്ന ഡാമേജിനെ തടുക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ അടുത്തത് അലോവേറ ജെല്ല. അലോവേറ ജെല്ലെന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ നമ്മുടെ സെൽസിനെ റീജനുവേറ്റ് ചെയ്യാനാണ് ഏറ്റവും ഇത് നല്ലതാണ്. അതായത് ബ്ലാക്ക് സെൽസ് പോയി പുതിയ സെൽസ്, വെളുത്ത സെൽസ് വരുന്നതിന് ഏറ്റവും നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം അലോവേറയിൽ അടങ്ങിയിട്ടുണ്ട്. അതിലെല്ലാത്തിനുപരി നല്ല ഒന്നാന്തരം സൺ ടാനാണ് കേട്ടോ. സൺബേണിനെ തടുക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അലോവേറ. പിന്നെ ഇതിലെന്തൊക്കെയുണ്ട്, പിന്നെ നല്ല സ്മൂത്താവുന്നതിനും അതുപോലെ കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഈ സമ്മറിൽ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കാണ് ഈ കുക്കുംബർ പ്ലസ് അലോവേറ ജെല്ല്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? പിന്നെ ഞാൻ ഈ പറഞ്ഞ പാക്കുകൾക്കൊക്കെ വേറൊരു ഗുണമുണ്ട് കേട്ടോ, അലർജി. അതായത് മെയിനായിട്ട് ചിലർക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മുഖമൊക്കെ ചൊറിയും, ചൂടടിക്കുമ്പോഴേ പിന്നെ മുഖം ഇങ്ങനെ തടിക്കും. അങ്ങനെയുള്ള അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഞാൻ ഈ പറഞ്ഞ 2 പാക്കുകളും കേട്ടോ. ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഈ കുക്കുംബറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പിടി മിൻറ്റ്, പുതിനയില അരച്ചത് നമുക്ക് ചേർത്താൽ ഇതേ എഫക്റ്റ് തന്നെ, ഇതേ കൂളിംഗ് എഫക്റ്റാണ്. പിന്നെ അതിന് നമുക്ക് ഒരു പിടി പുതിനയില അരച്ചെടുക്കണം. ഓക്കെ, അതിലേക്ക് നമുക്ക് 2-3 സ്പൂൺ കുക്കുംബർ ജ്യൂസ് ഒഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ കുക്കുംബർ അതിൻ്റെ പിന്നെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് ഒരു കഷ്ണം കുക്കുംബറും ഒരു പിടി പുതിനയില നന്നായിട്ട് കഴുകണേ, നന്നായിട്ട് കഴുകി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലോ ബ്ലെൻഡറിലോ ഒക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് പാക്കായിട്ട് ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ദിവസത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പാക്കാണ്. ഇനി ഒരു പാക്കും കൂടെ പറയട്ടെ, അലോവേറ ജെല്ല് കേട്ടോ. അലോവേറ ജെല്ലിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുക്കുംബർ ഇല്ല, സമയം ഗ്രീൻ ടീ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ടീ കൊണ്ട് ഒരു പാക്ക് ഉണ്ടാക്കാം. ഗ്രീൻ ടീ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് ഈ അലോവേറ ജെല്ലിലേക്ക് 2 സ്പൂൺ അലോവേറ ജെല്ലെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഗ്രീൻ ടീയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. ഇത് ഏറ്റവും നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ പാക്കുകളൊക്കെ കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉള്ള, നിങ്ങളുടെ അടുക്കളയിലോ എന്താ ഇരിക്കണ സാധനമെങ്കിൽ അതെടുത്ത് വെച്ച് നിങ്ങൾക്ക് ഈ വേനൽക്കാലത്ത് ഈ കൂളിംഗ് ഫേസ് പാക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.